Hi, welcome to Lash Class. Calicut University second semester Advanced English Language Skills for Literatures-ലെ അബാൻഡൻഡ് സ്കൂൾ ഹൗസ് ഓൺ ലോങ് ബ്രാഞ്ച് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അമേരിക്കൻ പോയറ്റ് ഫ്രെഡ് ചാപ്പൽ എഴുതിയിട്ടുള്ള ഒരു പോയമാണ്. നമ്മളിവിടെ ആ പോയത്തിൻ്റെ ഒരു സമ്മറിയും അതിലെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയുടെ നോട്ട്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമുക്ക് ഈ പോയത്തിലെ സമ്മറി നോക്കാം. The poem Abandoned Schoolhouse on Long Branch by Fred Chappell reflects on the theme of permanence and impermanence. അബാൻഡൻഡ് സ്കൂൾ ഹൗസ് എന്ന് പറയുന്നത് ഉപേക്ഷിക്കപ്പെട്ട സ്കൂൾ കെട്ടിടം എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ പോയത്തിനകത്ത് നമ്മൾ കാണുന്നത് പെർമനൻസ് ആൻഡ് ഇംപെർമനൻസ് എന്നൊരു തീമാണ്. അതായത് കാലത്തിൻ്റെ ഒഴുക്കിൽ എല്ലാം ക്ഷണികമാണ് അല്ലെങ്കിൽ നശ്വരമാണ് എന്നൊരു തീമാണ് ഈ പോയത്തിനകത്ത് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വിലപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാലത്തിൻ്റെ ഒഴുക്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോവും എന്നുള്ളൊരു ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ ഒരു തീമാണ് ഈ പോയത്തിൽ നമ്മൾ കാണുന്നത്. The poem tells the story of a forgotten schoolhouse gradually overtaken by time and nature. ഈ പോയത്തിനകത്ത് ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ഫോർഗോട്ടൺ സ്കൂൾ ഹൗസ് അല്ലെങ്കിൽ ഒരു ഉപേക്ഷിക്കപ്പെട്ട സ്കൂൾ കെട്ടിടമാണ് നമ്മൾ കാണുന്നത്. ആ സ്കൂൾ കെട്ടിടം കാലത്തിനും പ്രകൃതിക്കും കീഴടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ പോയത്തിനകത്ത് കാണുന്നത്. ദ പോയം ബിഗിൻസ് ബൈ ഇൻട്രൊഡ്യൂസിങ് എ സ്നേക്ക് ആസ് ദ ഫൈനൽ സ്കോളർ ഇൻ ദ ബിൽഡിംഗ്. ഇനി പോയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഒരു ഇമേജാണ് കാണുന്നത്. ഈ സ്കൂളിലെ അവസാനത്തെ സ്കോളർ അല്ലെങ്കിൽ വിദ്യാർത്ഥി എന്ന പേരിൽ ഒരു പാമ്പിനെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ആ ഒരു സ്കൂൾ കെട്ടിടത്തിനകത്ത് ഇപ്പോൾ പാമ്പും മറ്റ് ജീവികളും ഒക്കെയാണ് വന്ന് നിൽക്കുന്നത്. അത്രയ്ക്കും ഇങ്ങനെ പഴയ ഒരു കെട്ടിടമായിട്ട് അത് മാറിയിരിക്കുന്നു. ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടമാണ്. അപ്പോൾ ഈ പാമ്പിനെ അവിടെ ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ ഈ പോയത്തിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നു. The snake slithers through the dust and coils beneath a broken chair, symbolizing the former students who never fully understood their lessons. ഇനി പാമ്പ് ആ പൊടിയിലൂടെ എല്ലാം ഇഴഞ്ഞുകൊണ്ട് അവിടെ പൊട്ടിക്കിടക്കുന്ന ഒരു കസേരയ്ക്ക് പുറകിൽ ഇങ്ങനെ ചുരുണ്ടുകൂടിയിരിക്കുകയാണെന്ന് പറയുന്നു. ഈ പാമ്പിനെ ആ സ്കൂളിൽ മുമ്പ് പഠിച്ചു പോയിട്ടുള്ള വിദ്യാർത്ഥികളോട് ഇവിടെ പോയിട്ട് ഉപമിക്കുകയാണ്. അതായത് ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ ബാക്ക് ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് ഉറക്കം തൂങ്ങുന്ന വിദ്യാർത്ഥികളെ പോലെയാണ് ഈ സ്നേക്ക് ഇങ്ങനെ ഈ കസേരയുടെ പുറകിൽ വന്നുകൊണ്ട് ഇങ്ങനെ ചുരുണ്ടുകൂടിയിരിക്കുന്നത് എന്ന് പോയിട്ട് പറയുന്നു. The poem paints a vivid picture of the school's abandonment. ഇനി ആ ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിൻ്റെ ആ ഒരു പഴകിയ അവസ്ഥ ഈ പോയത്തിനകത്ത് ചിത്രീകരിക്കുന്നുണ്ട്. The windows are broken, letting in wind and dust that swirl through the empty space. അതിലെ ജനലുകളെല്ലാം ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അതുപോലെ ആകെ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുകയാണ് എന്നുള്ളൊരു ചിത്രമാണ് ആ സ്കൂളിനെ കുറിച്ച് പറയുന്നത്. The initials KB+RJ carved on the cloakroom wall stand as a lingering trace of past lives. ഇതുകൂടാതെ അവിടെ ചുമരിൻ്റെ മുകളിൽ അക്ഷരങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ. ഒരുപക്ഷെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. KB+RJ എന്ന് പറയുന്നത് ഏതോ സ്കൂളിൽ പഠിക്കുന്ന രണ്ട് പ്രണയിതാക്കളാണ്. അവരുടെ രണ്ടുപേരുടെയും പേരിൻ്റെ അക്ഷരങ്ങൾ അവരിങ്ങനെ KB+RJ എന്നിങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. നമ്മളും ഇതുപോലെ പലരും ഇതുപോലെ ലവ് എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ പേരൊക്കെ ചുമരിൻ്റെ മുകളിലൊക്കെ എഴുതി വയ്ക്കുന്നത് സ്കൂളുകളിൽ കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ രണ്ട് അക്ഷരങ്ങൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പോയിട്ട് ഇങ്ങനെ കാണുന്നു. അതിങ്ങനെ ആ കഴിഞ്ഞു പോയ കാലത്തിൻ്റെ ഒരു അവശേഷിപ്പ് പോലെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. കാതറിൻ ജോൺസൺ ആൻഡ് റോജർ, ദ സ്റ്റുഡൻസ് ഹു വൺസ് എച്ച്ഡ് ദെയർ നെയിംസ് ദെയർ, നൗ സ്ലീപ് ബിയോണ്ട് ദ റീച്ച് ഓഫ് ദ മോർണിംഗ് ബെൽ. ഇനി ഈ പേര് സൂചിപ്പിക്കുന്ന ആളുകൾ കാതറിൻ ജോൺസണും അതുപോലെ തന്നെ റോജറും, ഈ കാതറിൻ്റെയും റോജറിൻ്റെയും പേരാണ് ഇങ്ങനെ KB+RJ എന്ന രീതിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അവരെല്ലാം തന്നെ ഇപ്പോൾ ആ സ്കൂളിൻ്റെ ബെൽ എത്താത്ത ഒരിടത്താണുള്ളത്, അല്ലെങ്കിൽ അവരൊക്കെ ഇപ്പോൾ മരിച്ചു പോയിരിക്കുന്നു. അത്രയും കാലം കടന്നു പോയിരിക്കുന്നു. അവരന്ന് എഴുതി വെച്ചിട്ടുള്ള അക്ഷരങ്ങൾ മാത്രം അവിടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ചിത്രം പോയിട്ട് അവതരിപ്പിക്കുന്നു. Even the teacher, once stern and commanding, lies buried on the far side of Shirling Mountain. ഇനി ഒരു കാലത്ത് ഡിസിപ്ലിൻ കൊണ്ട് ആ സ്കൂളിനെ വിറപ്പിച്ചിരുന്ന ടീച്ചർ പോലും ആ പർവ്വതത്തിനരികിൽ ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുകയാണെന്ന് പോയിട്ട് പറയുന്നു. The poem suggests that just as she once enforced discipline in the school, she now rests under the quiet authority of death. അപ്പോൾ പോയിട്ട് പറയുന്നത്, എങ്ങനെയാണോ ഒരിക്കൽ ആ ടീച്ചർ ഈ സ്കൂളിനകത്ത് ഡിസിപ്ലിൻ പറഞ്ഞിരുന്നത്, ഇപ്പോൾ ഈ കാലത്തിൻ്റെയും പ്രകൃതിയുടെയും ഡിസിപ്ലിന് കീഴടങ്ങിക്കൊണ്ട് അവർ അന്ത്യവിശ്രമം കൊള്ളുകയാണെന്ന് പോയിട്ട് സൂചിപ്പിക്കുന്നു.
ദ പോയം കൺക്ലൂഡ്സ് വിത്ത് എ സീൻ ഓഫ് പ്രൊഫൗണ്ട് സ്റ്റിൽനെസ്. ഇനി നിശ്ചലതയുടെ ഒരു ദൃശ്യത്തോടു കൂടിയിട്ടാണ് പോയം അവസാനിക്കുന്നത്. ആസ് സൺസെറ്റ് വാഷസ് ദ ബ്ലാക്ക് ബോർഡ് ഇൻ ഗോൾഡൻ ലൈറ്റ്, ബീസ് റിട്ടേൺ ടു ദെയർ നെസ്റ്റ് ഇൻ ദി ആറ്റിക്, കണ്ടിന്യൂയിങ് ദെയർ വർക്ക് അൺഡിസ്റ്റർബ്ഡ്. ഇനി ഒരു കാലത്ത് ഡസ്റ്റർ കൊണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യപ്പെട്ടിരുന്ന ആ ബ്ലാക്ക് ബോർഡ് ഇപ്പോൾ സന്ധ്യാസമയത്തുള്ള ആ സൂര്യപ്രകാശം കൊണ്ടാണ് ഇങ്ങനെ വാഷ് ചെയ്യപ്പെടുന്നത് എന്ന് പോയിട്ട് പറയുന്നു. അതായത് ഈ സൂര്യപ്രകാശമൊക്കെ ഉള്ളിലേക്ക് കടക്കുന്ന തരത്തിലാകെ തകർന്ന് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ആ സ്കൂളിനുള്ളത്. അവിടെ തേനീച്ചകളൊക്കെ കൂടുകൂട്ടിയിരിക്കുന്നു, അവരവിടെ അവരുടെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ദ സ്കൂൾ വൺസ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ലേണിംഗ് ഈസ് നൗ ക്വയറ്റ് ആൻഡ് ഫിൽഡ് വിത്ത് ഡസ്റ്റ്, ഷോവിങ് ഹൗ ടൈം ചേഞ്ചസ് എവറിത്തിങ്. അങ്ങനെ ഒരിക്കൽ ഇതുപോലെ കുട്ടികളും പഠനവും അതുപോലെ തന്നെ കളിയുമൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്നിരുന്ന ആ സ്കൂള് ഇപ്പോൾ ഇങ്ങനെ പൊടി പിടിച്ചുകൊണ്ട് പാമ്പും അതുപോലെ തേനീച്ചയും മറ്റ് കാര്യങ്ങളും ഒക്കെ വന്ന് ചെടികളൊക്കെ വളർന്നുകൊണ്ട് നിൽക്കുന്നൊരവസ്ഥയിലാണ് എന്ന് പോയിട്ട് പറയുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ഇംപെർമനൻസ് എന്നൊരു തീമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് ജീവിതത്തിൻ്റെ നശ്വരത അല്ലെങ്കിൽ ക്ഷണികത എന്നൊരു തീമാണ്. ഈ കാലത്തിൻ്റെ കടന്നുപോക്കിൽ നമുക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ളതെല്ലാം തന്നെ വളരെ കുറച്ച് കാലത്തേക്ക് മാത്രം നിലനിൽക്കുന്നതാണ്. ഈ കാലത്തിനും പ്രകൃതിക്കും വിധേയമായിക്കൊണ്ടാണ് അൾട്ടിമേറ്റ്ലി എല്ലാം നിൽക്കുന്നത് എന്ന ഒരു തീമാണ് ഈ പോയത്തിനകത്ത് അവതരിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.